ഇസ്രായേൽ ഹമാസിനെ ഏത് രീതിയിലും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഹമാസിനെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ഇറാനും യമനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് ഹൈപ്പർസോണിക് എന്ന മിസൈൽ, അത് ഹമാസിനെ രക്ഷിക്കാനായി ഇറാൻ തന്നെ യമന് നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാൻ്റെ ഫാത്ത് മിസൈൽ 360 എന്ന് പറയുന്നൊരു മിസൈലാണ് യമന് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ പുതിയ വെർഷനാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. ഇതുവഴി എന്താണ് യമൻ ലക്ഷ്യമിടുന്നത്? മുഴുവൻ ഇസ്രായേൽ പടയെ തോൽപ്പിക്കുക എന്നുള്ളതാണോ? ഓക്കെ, അപ്പോൾ അത് സെപ്റ്റംബർ 15 ഈ ആക്രമണം നടന്നത്. പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നേരത്തെ കുറച്ച് മിസൈലൊക്കെ ഈ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അവർ വിളിക്കുന്ന, ഇസ്രായേൽ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് വിളിക്കുന്ന ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പല പ്രാവശ്യം മിസൈൽസ്, പിന്നെ ഡ്രോൺസ്, അതേപോലെ മറ്റ് പ്രൊജക്ടൈൽസൊക്കെ അയച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഹൂത്തികളുടെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിൻ്റെ ടെറിട്ടറിക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ടെറിട്ടറിക്കകത്തേക്ക് പ്രവേശിച്ചു. അതായത് ടെലവീവിൽ ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ എത്തിയായിരുന്നു അത്. അപ്പോൾ ഏതായാലും ഇസ്രായേലി ടെറിട്ടറിയിൽ പ്രവേശിച്ചു, അതിൽ സംശയമില്ല. അപ്പോൾ ഈ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാക്സ് ആണ് അതിൻ്റെ സ്പീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1234.8 കിലോമീറ്റേഴ്സാണ് ഒരു മാക്ക് എന്ന് പറയുമ്പോൾ ഉള്ള സ്പീഡ്. അങ്ങനത്തെ 5 മാക്സിൽ കൂടുതലാണെങ്കിലാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മിസൈൽ, ആ കാറ്റഗറിയിൽപ്പെട്ട മിസൈലാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പേര് ഫാത്ത് എന്ന് പറഞ്ഞിട്ട്, ഫാത്ത് 360 എന്ന് പറഞ്ഞിട്ട് ഈ റാൻഡം മിസൈൽ ആകണം ഇത് എന്നാണ് എല്ലാവരുടെയും ഒരു കൺക്ലൂഷൻ അതിനെ പറ്റിയുള്ളത്. പിന്നെ അതിന് അടിച്ചിരുന്ന പെയിൻറ്റ് ഈ പാലസ്റ്റീനിയൻ റെസിസ്റ്റൻസിൻ്റെ സിമ്പിളായിട്ട് കഫിയെ എന്ന് പറയും, ഹെഡ് സ്കാർഫ്, അതിനടിക്കുന്ന അതേ കളർ തന്നെയാണ് ഈ മിസൈലിന് അടിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഹൂത്തികളുടെ അവകാശവാദം അനുസരിച്ചിട്ട് അവിടെ യമനിൽ നിന്നും ഈ പറയുന്ന ടെലവീവിലേക്ക് അബൌട്ട് 2040 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അതിന് 11.5 മിനിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്. പിന്നെ അവരെന്തിനാണ് ഇത് അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് ഇൻ മോറൽ സപ്പോർട്ട് ഫോർ ദി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. തിരിച്ച് ഇസ്രായേൽ അതിഗംഭീരമായൊരു അറ്റാക്ക് നടത്തി. പക്ഷേ പെട്ടെന്നൊന്നും ഇസ്രായേൽ നിർത്തുന്നുമില്ല. ഹമാസായാലും അവരുടെ അടുപ്പക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ കൊണ്ട് എന്തെങ്കിലും കാണിച്ചു, ഇസ്രായേൽ വരും, മോളിൽ നിന്ന് എന്തെങ്കിലും ബോംബ് എയർക്രാഫ്റ്റ് വഴി ഇടും, അത് കഴിയുമ്പോൾ പോകുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ നിലത്തിറങ്ങുമെന്നും ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇത്രയും പ്രൊലോങ്ഡ് ഒരു വാർ നടത്തുമെന്ന് ഹമാസും വിചാരിച്ചിരുന്നില്ല, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജനം അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മോർ ദാൻ 40,000 ആണ്. 45,000-ൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഉള്ളപ്പോൾ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് കാണിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിന്. ഇതുകൊണ്ട് മാത്രമല്ല, ഇസ്രായേലിന് അതിഗംഭീരമായ അങ്ങോട്ട് തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യും. ഇതിനു മുമ്പ് ഹുദൈദ എന്ന് പറയുന്ന എയർപോർട്ട് കംപ്ലീറ്റ് അടിച്ച് തകർത്തതാണ് അവർ. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പേരിലും ഇപ്പോൾ ഇവിടെ വന്നു, പൊട്ടിത്തെറിച്ചു, ആൾക്കാർ മരിച്ചോ മരിച്ചില്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇസ്രായേലിൻ്റെ ടെറിട്ടറിയിലേക്ക് എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അവർ നല്ല തിരിച്ചടി അതിന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഈ നെതന്യാഹു പറയുന്നത്, ഞങ്ങളെ ആരാക്രമിച്ചാലും അതിനുള്ള തിരിച്ചടി അവർക്ക് നൽകിയിരിക്കും. അതിന് ഹുദൈദ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ അത് കണ്ട് നോക്കിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ യമനിൽ നിന്ന് അല്ലെങ്കിൽ ഇറാൻ വഴി യമനിൽ നിന്ന് ഇത്തരം ഒരു മിസൈൽ ഇസ്രായേലിൻ്റെ ടെറിട്ടറി വരെ പോകുമ്പോൾ ഇനി ഇസ്രായേൽ എന്തായിരിക്കും ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം? അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധത്തിനുള്ള സാധ്യത അവിടെ വരൂ? ഹമാസിനെ ഓടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്, അതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ല, ഇസ്രായേലിൻ്റെ എന്തായാലും തിരിച്ചടി ഉണ്ടാവും. ഇതിനു മുമ്പ് എന്തോ കുറച്ച് മിസൈൽസ് ഇതേപോലെ, ഇതിപ്പോൾ ഈ ഹൈപ്പർസോണിക് കാറ്റഗറി പെട്ടതൊന്നുമല്ല. ഇപ്പോൾ ഈ അയച്ചിരിക്കുന്ന ഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് കാറ്റഗറിയിൽ പെട്ടതാണ്. അല്ലാത്ത നിസ്സാര തോതിലുള്ളതൊക്കെ വിട്ടിരുന്നു. കുറച്ച് ദിവസം ഇസ്രായേൽ ഒന്നും തിരിച്ചടിയൊന്നും നൽകിയിരുന്നില്ല. കാരണം ഹമാസുമായിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ പോലെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹമാസൊക്കെ ഒരു ഇതൊക്കെ തല്ലി പദം വരുത്തിയിരിക്കുകയാണ്. അത്ര വേറെ അവർ സീസ് ഫയർ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ രീതിയിലും ഹമാസിന് നല്ല അടി കൊടുത്തൊരു വിധം പരുവാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ അല്പം അവിടെ നിന്ന് റിലീവ്ഡായി കഴിഞ്ഞപ്പോൾ
അവർ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹുദൈദ എന്ന് പറയുന്ന എയർപോർട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേപോലെയുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട അതേ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അത് ഇസ്രായേലിൻ്റെ അറ്റ് ദെയർ കൺവീനിയൻസ്, ഇസ്രായേലിൻ്റെ സൗകര്യം അനുസരിച്ച് അവർ തിരിച്ചടിക്കും. പിന്നെ ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് അടിക്കാൻ പോകാറില്ല. അവർക്ക് അടി കിട്ടി കഴിയുമ്പോൾ തിരിച്ചടി അവർ കൊടുക്കും. അത് ഇസ്രായേലിൻ്റെയും ജൂതവംശത്തിൻ്റെയൊക്കെ അത് വിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമാണ്. അവരെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു കർണത്തെ അടി കിട്ടിയാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്നവരല്ല ഇസ്രായേൽ. അവരത് തീർച്ചയായിട്ടും അടിക്കും. അത് ലോകത്തിൽ ആർക്കും അതിനെപ്പറ്റി സംശയമില്ല. അപ്പോൾ അതേസമയം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ആർക്കും താല്പര്യവുമില്ല. അതിപ്പോൾ യമനിൽ നിന്നുള്ള ഹൂത്തികളായാലും ലെബനോണിൽ നിന്നുള്ള ഹിസ്ബുള്ള ആയാലും ഇറാൻ തന്നെ ആയാലും ഈ ഇസ്രായേലായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ നടത്താനായിട്ട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഇടയ്ക്കൊന്ന് പോയിട്ട് ഒരു തട്ട് കെട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടു പോരും. അതാണ് അവരുടെ പോളിസി. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് തക്ക തിരിച്ചടി കൊടുക്കും. അതറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. സാർ, ഈ തുർക്കിയും ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്ക് രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു, ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയും കൂടിയാണ്. അപ്പോൾ അത്തരം തീവ്രവാദ സംഘടനയെ കൂടി ഇവർ പിന്താങ്ങുകയല്ലേ ഈ ഹമാസിനെ പിന്താങ്ങുന്നതിലൂടെ? ഈ ചില രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ടർക്കി ആയാലും അല്ലെങ്കിൽ തുർക്കി എന്ന് പറയുന്ന ടർക്കി ആയാലും ഇറാനായാലും അവരൊന്നും ഇതിനെ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് കാണുന്നില്ല. അവരിതൊരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇറാനാണ്. ഇപ്പോൾ ഇതിനൊരു ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേബ്യൻ കൺട്രീസ് അധികം ഒന്നും ഇങ്ങോട്ട് സപ്പോർട്ടില്ല. ഇപ്പോൾ ഈ ഇസ്രായേലിനെതിരെ ഹമാസിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവരും പറയുന്നവരൊക്കെ പൊതുവിൽ ഇറാൻ്റെ മാത്രം നിർബന്ധത്തുന്ന പ്രേരണയുടെ വെളിച്ചത്തിലാണ് ഈ ചെയ്യുന്നത്, ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. എന്താണ് സാർ ഇറാൻ ഇതിലുള്ള ഒരു ലക്ഷ്യം? എന്താണ് ഈ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട്? ഹമാസ് പറയുന്നത് അവർക്ക് സ്വതന്ത്ര അധികാരമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം, അതാണ്. ഒരു ജൂതപ്പട പോലും അവിടെ, ഒരു ജൂതൻ പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല, ആ ഒരു ജൂതനെ പോലും അവർ ജീവനോടെ വച്ചിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ലക്ഷ്യത്തിന് പിന്താങ്ങിയാണോ ഇറാൻ ഈ ഹമാസിനോടൊപ്പം നിൽക്കുന്നത്? അതായത് പാലസ്തീൻ്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, ഇസ്രായേൽ ഹനിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ യുദ്ധം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ ഇസ്രായേൽ അവിടെ ഉള്ളത് ഏതായാലും ഇറാൻ ഒരു താല്പര്യമില്ല, ഒരു ഇഷ്ടവും ഇല്ല. കാരണം ഒരു ജൂത രാഷ്ട്രം, ഞങ്ങൾ കൂടി കിടക്കുന്നിടത്തൊരു ജൂതരാഷ്ട്രം വേണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ താല്പര്യം. ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി ഉള്ള കാലത്ത്, അതായത് 1979 ഈ വിപ്ലവം കഴിഞ്ഞ് അവിടെ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി വന്നപ്പോൾ തന്നെ നടത്തിയൊരു പ്രസ്താവന ഇതായിരുന്നു, ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിയിരിക്കുന്ന കഠാരിയാണെന്നാണ്. ഈ കഠാരി എടുത്ത് മാറ്റും ഞങ്ങൾ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രം തന്നെ വേണ്ട എന്നുള്ളതാണ് ഇറാൻ്റെയൊക്കെ നിലപാട്. അതേസമയം പാലസ്തീന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് പരിഹരിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തുടച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെ. ജൂതപ്പട ഇല്ലാതാക്കുക, ജൂതപ്പടയല്ല, ജൂതനെ തന്നെ വേണ്ട എന്നുള്ളതാണ് ഇറാൻ്റെയൊക്കെ കാഴ്ചപ്പാട്. ഇറാൻ്റെ കാഴ്ചപ്പാട്. ഇതിന് ഇസ്രായേൽ ഇവർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെ തുടങ്ങിയതല്ലേ? ഇറാനായിട്ട് അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ഇറാനായിട്ട് നടന്നിട്ടില്ല. ഇസ്രായേൽ യുദ്ധം ചെയ്തിരിക്കുന്നത് അറബികളായിട്ടാണ്. 1948 യുദ്ധം ചെയ്തു. 1948 അബൌട്ട് 6 കൺട്രീസ് ഉണ്ടായിരുന്നു. അത് അറേബ്യൻ കൺട്രീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1967 യുദ്ധം നടന്നു. അതിലൊക്കെ ഇസ്രായേൽ തന്നെ ജയിച്ച്. 1973 കമ്പാരിറ്റീവ്ലി ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അറബികൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയങ്ങളിലൊക്കെ അറബികളാണ് ഇസ്രായേലായിട്ട് യുദ്ധത്തിന് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളല്ല ഇതിൽ താല്പര്യം എടുക്കുന്നത്. അതേപോലെ സുന്നി മുസ്ലിംസ് അല്ല. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി മുസ്ലിമാണ് പ്രാക്ടിക്കലി. കാരണം 90% ഓഫ് മുസ്ലിംസ് ആർ സുന്നി മുസ്ലിംസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഒരു 10% ഷിയ മുസ്ലിംസ് ഉള്ളൂ. അവരുടെ നേതാവാണ് ഇറാൻ. അപ്പോൾ ഈ ഇറാനും അതേപോലെയുള്ള കുറച്ച് ഷിയ ഫാക്ഷനാണ് ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് ഈ ആക്രമിക്കുന്നത്. പക്ഷേ സുന്നികൾക്ക് പഴയ വിരോധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇസ്രായേലിനോടുള്ള വിരോധം പോലെ തന്നെ ഇപ്പോൾ ഇറാനോടും അവർക്ക് വിരോധമാണ്. കാരണം ഇപ്പോൾ ഈ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഈ മിസൈൽ വിട്ടിരിക്കുന്ന ഹൂത്തീസ് തന്നെ സ്ഥിരമായിട്ട് സൗദി അറേബ്യയിലേക്ക് മിസൈൽസ് വിടുന്നുണ്ട്. അത് ഇറാൻ്റെ പ്രേരണയിലാണ്. ഇറാൻ്റെ പ്രേരണ കൊണ്ട് ഇത് ചെയ്യുമ്പോൾ
ഇതൊക്കെ പ്രാക്ടിക്കലി ഒരു ഷിയ ആക്രമണമായിട്ട് മാറുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം ഇസ്രായേലിനെ പേടിയുള്ള പോലെ തന്നെ ഇപ്പോൾ സൗദി അറേബ്യയ്ക്കായാലും ഈജിപ്തിനായാലും അതേപോലെ UAE ആയാലും അവർക്കൊക്കെ ഇപ്പോൾ ഇറാനോട് യാതൊരു താല്പര്യമില്ല. കാരണം അവർക്കും ശല്യമുണ്ട് ഇറാനെ കൊണ്ട്. അതെ. ആ ശരി.